ഓക്കെ, വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ നമ്മളുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിട്ടുണ്ട്. നോക്കിക്കോളുക. ഇത് നമുക്ക് ആദ്യം നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് നോക്കാം. ഇൻഡെക്സ് ലെവൽസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കൂ, നിഫ്റ്റി 50 കറക്റ്റ് അതിൻ്റെ ബോർഡ് ലൈനിൽ വന്ന് താഴത്തെ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് റിയാക്ഷൻ കൊടുത്ത് മുകളിലത്തെ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ദെൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു 2 ക്യാൻഡിൽ തന്നെ അത് ബ്രേക്ക് ചെയ്ത് പിന്നെ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നത് കണ്ടു. നമ്മളുടെ ബാങ്ക് നിഫ്റ്റി സാധാരണ എന്ത് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഫിൻ നിഫ്റ്റി സർവീസും സാധാരണ അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത്. ഫ്യൂച്ചർ ഇതുപോലെ തന്നെ ബോർഡ് ലൈൻ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ 3 ഐറ്റംസ്, അതായത് ഫിൻ നിഫ്റ്റി സർവീസ്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, ദെൻ നമ്മുടെ ഫ്യൂച്ചർ, അതായത് ഫിൻ നിഫ്റ്റി സർവീസ്, ദെൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റി, ഫ്യൂച്ചർ, ഇത് 3ഉം എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 ക്യാൻഡിൽസിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യ 3 ക്യാൻഡിൽ നമ്മളുടെ നിഫ്റ്റി കാണിച്ചത് ഡൗൺ ഡയറക്ഷനാണ് കാണിച്ചത് അല്ലേ. നിഫ്റ്റി താഴേക്കാണ് പോകുന്നത്. ആദ്യത്തെ 4 ക്യാൻഡിൽസിൽ താഴേക്ക് പോന്നിട്ടുണ്ട്. അതിനുശേഷം നിഫ്റ്റി ഒരു ബാക്ക് കൊടുക്കാനായിട്ട് കാണിക്കുന്നു. മറ്റ് 3 ഇൻഡെക്സുകളും ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, നിഫ്റ്റിയിൽ ഇനി ഒരു സി പൊസിഷൻ കാണുന്നു. ബാക്കി 3 ഇൻഡെക്സുകൾ ഓൾറെഡി സി പൊസിഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സി ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻഡെക്സിൻ്റെ ചാർട്ട് കിട്ടിയവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നമ്മളുടെ സ്ട്രൈക്കിൻ്റെ ചാർട്ടിലേക്ക് വരാം. സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ നോക്കിക്കോളാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സ്ട്രൈക്കിൻ്റെ ഇത് പി ഇ ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ പി ഇ സ്ട്രൈക്കാണ് കേട്ടോ ഇത്. അതായത് വീക്കെൻഡ് പി ഇ ആണ് കൊടുത്തേക്കുന്നത്. വീക്കെൻഡ് പി ഇ നമ്മുടെ താഴത്തെ ഈ ലൈൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അർത്ഥം, അവിടുന്ന് തിരിച്ച് റിയാക്ഷൻ മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് മുകളിലേക്ക് റിയാക്ഷൻ കൊടുക്കുക. അവിടെ റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ക്യാൻഡിലൊക്കെ ഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് വീക്കെൻഡ് ഇവിടെ ആയിരിക്കണം, മന്ത് എൻഡ് അപ്പോൾ ഇവിടെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോ ഇവിടെയോ ആകാം. അപ്പോൾ മന്ത് എൻഡ് പി അങ്ങനെ ആയിരിക്കണം. കണ്ട, മന്ത് എൻഡ് പി നമ്മളുടെ 2ാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ 3ാമത്തെ ക്യാൻഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആയിട്ടില്ല. മിനിമം ഇവിടെയെങ്കിലും ആകണം. ഇവിടെ ആവണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാകണം, അല്ലെങ്കിൽ ഇവിടെ ആകണം. അങ്ങനെ ആയിട്ടില്ല. സോ ഒരു പിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. ബാങ്ക് നിഫ്റ്റിയുടെ സി നോക്കുമ്പോൾ ഓൾറെഡി ബോർഡ് ലൈൻസ് ഒക്കെ ക്രോസ് ചെയ്ത് അതായത് ഇവിടെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു നമ്മളുടെ മന്ത് എൻഡ്. വീക്കെൻഡ് ആണെങ്കിൽ ടോട്ടൽ അറ്റൈൻ ചെയ്ത് നിൽക്കുകയാണ്, ഫുള്ള് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു റിയാക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് സിയിൽ. പിയിലാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ ചെറുതായിട്ട് ഫോം ചെയ്തിട്ടുമുണ്ട്. കാരണം ഇവിടെ ഒരു ബാക്ക് ഉള്ളതാണ്, തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. പക്ഷെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തിരിച്ച് പോകുന്നു. അവിടെ ഒരു പി വർക്കൗട്ട് ആയില്ല. നമുക്ക് നേരെ നിഫ്റ്റിയിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു പി കാണിക്കുന്നു അല്ലേ. ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് പിയിലേക്കൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മന്ത് എൻഡ് കാണിക്കുന്നില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയുടെ പി നോക്കാം. അതായത് ഈ 2-3ാമത്തെ ക്യാൻഡിലൊക്കെ ആകുമ്പോൾ നിഫ്റ്റിയുടെ പി കറക്റ്റ് പി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഫോർമാറ്റ് തരുന്നില്ല. കണ്ടോ, അതിൻ്റെ ബോർഡ് ലൈനിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, അല്ലാണ്ട് ബോർഡ് ലൈനിൻ്റെ മുകളിലോ താഴെയോ ഒന്നും കാണിക്കുന്നില്ല. മന്ത് എൻഡ് പി ആണെങ്കിൽ ഉണ്ടോ 3ാമത്തെ 4ാമത്തെ ക്യാൻഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പോയി എൻ്റെ ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. തിരിച്ച് പി താഴേക്ക് പോകാൻ പോകണമെന്നാണ് നിഫ്റ്റി കാണിച്ചത്. നിഫ്റ്റിയുടെ സി ആണെങ്കിലോ ഇതാ നോക്കൂ, 1, 2, 3, 4ാമത്തെ ക്യാൻഡിലും 3ാമത്തെ ക്യാൻഡിലൊക്കെ എന്താണ് ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിഫ്റ്റിയിൽ സി കൺഫേംഡ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നിഫ്റ്റിയുടെ ഇതാ നമ്മളുടെ എന്താണ് ഇൻഡെക്സ് കാണിച്ചിരുന്ന 4ാമത്തെ ക്യാൻഡിൽ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, തിരിച്ച് മുകളിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളും കാണിച്ചത്. നിഫ്റ്റിയുടെ സ്ട്രൈക്കിൻ്റെ സി സ്ട്രൈക്ക് നോക്കൂ, മന്തിൻ്റെ വീക്കെൻഡ് സി സ്ട്രൈക്ക് നോക്കുമ്പോൾ 4ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് കണ്ടോ, ഇത് ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് റിയാക്ഷൻ കൊടുക്കാൻ പോകുന്നു. മന്ത് എൻഡും കൂടെ നോക്കാം കൺഫേം ചെയ്യാനായിട്ട്. 4ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നതും ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. സോ നിഫ്റ്റിയുടെ ഇൻഡെക്സും നിഫ്റ്റിയുടെ മന്ത് എൻഡും വീക്കെൻഡും സ്ട്രൈക്കും ബോർഡ് ലൈൻ തന്നെയാണ് നിന്നത്. സോ അവിടെ നമുക്ക് കൺഫർമേഷൻ സി കൺഫർമേഷൻ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അതേസമയം ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ സി സ്ട്രൈക്കുകൾ ബോർഡ് ലൈൻ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്.
അതിൻ്റെ വീക്കെൻഡും മന്തെൻഡും ഒക്കെ ബോർഡ് ലൈൻസ് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. പി സ്ട്രൈക്ക് ആണെങ്കിൽ പി കൺഫർമേഷൻ ഇല്ലേ, ഈ ഒരു സ്ട്രൈക്കിൽ മാത്രമേ പി കൺഫർമേഷൻ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ മന്തെൻഡും ഒന്നും പി കൺഫേം ചെയ്തിട്ടില്ല. പി പോയാൽ തന്നെ ജസ്റ്റ് ഇവിടം വരെ പോകുമായിരിക്കും, അത് കഴിയുമ്പോൾ റിയാക്ട് ചെയ്യേണ്ടതുമാണ്. അങ്ങനെയാണ് പി ആകെ പി കൺഫർമേഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു സ്ട്രൈക്ക് മാത്രമേ ബാങ്ക് നിഫ്റ്റിയുടെ പി മാത്രമാണ് ഒരു ചെറിയ കൺഫർമേഷൻ തന്നത്. ബാക്കി എല്ലാവരും സിയിലേക്കുള്ള കൺഫർമേഷൻ ആണ് തന്നിരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മളുടെ നിഫ്റ്റി ബോർഡ് ലൈൻസ് ടച്ച് ചെയ്തു, തിരിച്ച് സി കാണിക്കുന്നു. ഇൻഡെക്സ് സി ബോർഡ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു. സ്ട്രൈക്കുകളും സി ബോർഡ് ലൈനിലാണ് ടച്ച് ചെയ്തത്. അതായത് നിഫ്റ്റി സി പൊസിഷൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ സി എന്നോ പി എന്നോ നമുക്ക് കൺഫേം ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടില്ല. കൺഫേം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണെന്നെങ്കിൽ ബോർഡ് ലൈനിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ ഡോട്ടർ ലൈൻസിലായിരിക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ സി സ്ട്രൈക്കുകളൊന്നും അങ്ങനെയല്ല. അതായത് താഴത്തെ ഈ ഡോട്ടർ ലൈൻസിലല്ല സി നിൽക്കുന്നത്, ബോർഡ് ലൈനിലും അല്ല നിൽക്കുന്നത്, അല്ലേ? മന്തെൻഡ് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. താഴത്തെ ഡോട്ടർ ലൈൻസിലും അല്ല നിൽക്കുന്നത്, ബോർഡ് ലൈനിലും അല്ല. പക്ഷെ ബോർഡ് ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. മാക്സിമം ഇവിടം വരെയാണ് അല്ലേ നമ്മൾ പറയാറുള്ളത്. വീക്കെൻഡ് ക്രോസ് ചെയ്ത് മാക്സിമം മന്തെൻഡ് ഇവിടം വരെയൊക്കെ പോകാം. അതുപോലെയൊക്കെ തന്നെ അത് പോയിട്ടുണ്ട്. പക്ഷെ ഇത് ലാസ്റ്റ് ഞാൻ ഇന്ന് ഭയങ്കരമായിട്ടും ഒഫീഷ്യലി ബിസി ആയിരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയങ്ങളും ചാർട്ടിലേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഈ 2:45 ഒരു മൊമെൻറ്റം ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സമയത്തൊന്ന് നോക്കിയിരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് മാത്രമാണ് ഞാൻ നോക്കിയത്. എനിക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. സോ ഞാൻ ട്രേഡിലേക്കൊന്നും പോയില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഓൾറെഡി സി നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പിക്കുള്ള ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കിയിരുന്നു. സോ ഞാൻ കണ്ട ഈ ചാർട്ടാണ്. വീക്കെൻഡ് സ്ട്രൈക്ക് താഴേക്ക് പോയി, മന്തെൻഡ് പി സ്ട്രൈക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പം വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെ ആയിട്ട് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ശരിക്കും ഞാനത് വോയിസ് ഇടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ നിഫ്റ്റി ശ്രദ്ധിച്ചിരുന്നില്ല. നിഫ്റ്റി അതേസമയം നിഫ്റ്റിയുടെ വീക്കെൻഡ് പി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? കണ്ടോ, വീക്കെൻഡ് പി ഇവിടെയാണ് വെക്കുന്നത്. മന്തെൻഡ് പി ആണെങ്കിൽ ഇതാ ഇവിടെ മന്തെൻഡ് ഇവിടെ വരണം, കൺഫേം ചെയ്യാം. പക്ഷെ വീക്കെൻഡ് പി, അതായത് ഈ നല്ല ബുള്ളിഷ് വരുന്ന സമയങ്ങളിൽ വീക്കെൻഡ് പി ഓർ മന്തെൻഡ് പി, കൂടുതലും വീക്കെൻഡ് പി ആണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കൺഫർമേഷൻ ആണ്. ഞാൻ വീക്കെൻഡ് പിയിലേക്കാണ് നോക്കിയത്. അത് പക്ഷെ ബാങ്ക് നിഫ്റ്റി മാത്രമേ നോക്കിയുള്ളൂ. സോ അത് ഓൾറെഡി ക്രോസ് ചെയ്ത് താഴെ പോയി. നിഫ്റ്റി ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇത് നിങ്ങൾ എവിടെയും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ സംഭവിക്കുന്ന സമയങ്ങളിൽ, അതായത് ഒരു 2:30 2:45 റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മുടെ വീക്കെൻഡ് പി, അത് ബാങ്ക് നിഫ്റ്റി ആകാം നിഫ്റ്റി ആകാം, പി ഓർ സി കേട്ടോ, രണ്ടും ശ്രദ്ധിച്ചേക്കണം. പിയിലോ സിയിലോ നമ്മൾ എടുത്ത് നോക്കുക, വീക്കെൻഡിൻ്റെ എടുത്ത് നോക്കുക. അതേസമയം ഈ താഴത്തെ ഡോട്ടർ ലൈൻസിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് ആക്റ്റീവ് ആകും തിരിച്ച് ബോർഡ് ലൈൻ വരെ. അതായത് മിനിമം ഈ ഒരു ബോർഡ് ലൈൻ വരെയെങ്കിലും ആക്റ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് എക്സ്പയറി ഡേ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു. പക്ഷെ ഇത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പയറി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു 5x ഒക്കെ വരെ അല്ലേ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3x വരെയൊക്കെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറി എടുക്കുന്നത് കൊണ്ട്, നാളെയാണ് എക്സ്പയറി, അതുകൊണ്ട് ഫിനിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. കുറച്ചും കൂടി അതിനകത്ത് മൂവ് ചെയ്യും. കാരണം നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇന്നൊരു നല്ലൊരു മൂവ്മെൻറ്റ് അതിനകത്ത് സാധനം കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യണം. നമ്മൾ നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ നല്ല ബിയറിഷ് മൂവ്മെൻറ്റോ സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ വീക്കെൻഡ് പിയോ സിയോ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം ആ ഒരു ലൈൻസിലാണെങ്കിൽ, വീക്കെൻഡ് സി നമ്മൾ നോക്കുമ്പോൾ മുകളിലല്ല നമുക്ക് വേണ്ട, താഴെ വരണം. താഴെ ഈ ഒരു പൊസിഷനിൽ സിയോ പിയോ ആണ് നിൽക്കുന്നതെങ്കിലും, ഇതിപ്പോൾ പി ആണെന്ന് നിന്നത് അല്ലേ, ഇന്ന് പി ആണ് ഈ വീക്കെൻഡ് പൊസിഷനിൽ ഈ താഴത്തെ ഡോട്ടർ ലൈനിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ ഒരു 2:45 ആകുന്ന സമയത്ത് സാധാരണ, അല്ലെങ്കിൽ 2:30 ആ സമയത്ത്, 3 മണി കഴിഞ്ഞ് നോക്കണ്ട കേട്ടോ, ഞാൻ 3 മണി കഴിഞ്ഞ് നോക്കാൻ പറയില്ല, 2:30ക്കും 2:45 ഇടയിൽ സംഭവിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് സംഭവിക്കാം. ഇത് ഞാൻ കണ്ടിരുന്നില്ല, നല്ല മൂവ്മെൻറ്റ് ആ സമയത്ത് കിട്ടിയിട്ടുമുണ്ട്. സോ അത് എക്സ്പയറിയും കൂടെ അല്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്നും കൂടി ഞാൻ കുറച്ചും കൂടെ കരുതി. എക്സ്പയറി ഡേയ്സിൽ കൂടുതലും ഇങ്ങനെ സംഭവിക്കാറ് കേട്ടോ. കുറച്ചും കൂടെ കൺഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു. നിഫ്റ്റി ബോർഡ് ലൈനിലായിരുന്നു നിന്നിരുന്നത്. അത് കുറച്ചും കൂടി ഒരു കൺഫർമേഷനാണ് നമുക്ക് തരുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കൺഫർമേഷൻ കൂടി തരാം. ഞാൻ സാധാരണ നമ്മുടെ സെൻസെക്സിൻ്റെ ഒന്നും ഡേറ്റ തരാറില്ല.
ഞാൻ സാധാരണ തരുന്നത് ഈ ഒരു 4 ഐറ്റമേ തരുള്ളൂ. ഫിൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി 50, ഇത് 4ആണ് സാധാരണ തരുന്നത്. നമുക്ക് നാളെ മുതൽ ഞാൻ സെൻസെക്സ് കൂടി തരാം. സെൻസെക്സ് ഏകദേശം ഈ നിഫ്റ്റിയുടെ ഫ്യൂച്ചറായിട്ടുള്ള അതേ റിയാക്ഷൻ തന്നെയാണ് സെൻസെക്സ് കാണിക്കാറ്. നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ച് മൂവ് ചെയ്യും. ഇതുപോലെ ഡോട്ടർ ലൈൻസ്, ബ്രേക്കിംഗ് ലൈൻസ് ഞാൻ സെൻസെക്സിൽ വരയ്ക്കാറുണ്ട്. സെൻസെക്സിലും ഫ്യൂച്ചറിലുമാണ് വരയ്ക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടം വരെ ക്രോസ് ചെയ്യും എന്നുള്ളൊരു ലൈൻസ് കൂടെ വരയ്ക്കാറുണ്ട്. ഞാനിത് സാധാരണ ഇപ്പോൾ തരാറില്ല, നേരത്തെ ഞാനത് കൂടെ തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ലൈൻസ് കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ലൈൻ പ്രകാരം ഇങ്ങനെയാണ് വന്നിരുന്നത്. കണ്ടോ, ഫ്യൂച്ചർ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. ഓക്കെ, സൂം ചെയ്ത് കാണിക്കാം. ഫ്യൂച്ചറല്ല, സെൻസെക്സ് ഇതുപോലെ തന്നെ നിന്നതിന് ശേഷം, അതായത് നിഫ്റ്റി ഇവിടെയാണ് 4ാമത്തെ ക്യാൻഡിൽ വന്നത്. പക്ഷേ സെൻസെക്സ് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നു, അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയി ഈ 2ാമത്തെ ക്രോസിംഗ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഇത് നോക്കുക, ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ പോകാം. കാരണം ഇതൊരു കൺഫർമേഷൻ ആയിരുന്നു. ഈ ഒരു ചാർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്കോർ ചെയ്യുമായിരിക്കാം. കണ്ടോ, നിഫ്റ്റി ആദ്യത്തെ 4 ക്യാൻഡിൽസ് ഇടിഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോയിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൊണ്ട് ഇടിയാനുള്ള ചാൻസ് കൊണ്ട് നിഫ്റ്റിയിൽ. പക്ഷേ അതേസമയം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി പ്രകാരം ആദ്യത്തെ 4 ക്യാൻഡിൽസ് നോക്കുമ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ നമ്മുടെ സ്ട്രൈക്ക് പ്രകാരം പി പൊസിഷൻ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് പി എടുക്കാനായിട്ട് ഞാൻ കൺഫേം ചെയ്യാതിരുന്നത്. ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷൻ, അതായത് 1, 2, 3, 4, 5, 6ാമത്തെ ഈ ഒരു ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മളോട് ബാങ്ക് നിഫ്റ്റി പറയുകയാണ് ബാങ്ക് നിഫ്റ്റി ഈ ഡോട്ടർ ലൈൻസിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പോകുന്നത്. ഇങ്ങനെ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു ഏറ്റവും അപ്പർ ലൈൻ വരെ പോകും എന്നുള്ളതാണ്. ഈ ഡോട്ട്സിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലൈൻ വരെ പോകും. അപ്പോൾ ഈ ഒരു 6ാമത്തെ ക്യാൻഡിലായപ്പോൾ ഇതിൻ്റെ ഡോട്ട്സിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെയാണെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ 4ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞ് അപ്പർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പർ ഡയറക്ഷൻ ബാങ്ക് നിഫ്റ്റി അപ്പർ ഡയറക്ഷൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയും പോകാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും ഇവിടെ ഇടമുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, മുകളിലേക്ക് പോകാൻ ഇനിയും ചാൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം നിഫ്റ്റി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടം വരെയെങ്കിലും മുകളിലേക്ക് പോകും നിഫ്റ്റി എന്ന് അസ്യൂം ചെയ്യാം. കാരണം അവിടം വരെ പോയിട്ടുള്ളൂ. നിഫ്റ്റി അതിന് ശേഷം 6 ഡോട്ടർ ലൈൻസിൽ സസ്റ്റെയിൻ ചെയ്യാനാണ് തുടങ്ങിയത്. കാരണം അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ബോൾ ലൈൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ബാങ്ക് നിഫ്റ്റി സാധാരണ പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അവിടെ കൺസോളിഡേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനർത്ഥം ഇവിടെ ഒരു പി, ഈ ഒരു സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഇത് പി, കാരണം ബാങ്ക് നിഫ്റ്റിയുണ്ട് നിഫ്റ്റിയും ഡോട്ടർ ലൈൻസിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. സോ അവിടെ പി ഞാൻ കൺഫേം ചെയ്യുന്നു. പക്ഷേ ഞാൻ സ്ട്രൈക്കിലേക്ക് നോക്കുമ്പോൾ വീക്കെൻഡ് സ്ട്രൈക്ക് എനിക്ക് പി കൺഫേം ചെയ്തിരുന്നില്ല, നിഫ്റ്റിയുടെ കണ്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതുകൊണ്ട് തന്നെ അത് കണ്ടില്ല. അല്ലെങ്കിൽ അവിടെ നല്ലൊരു പി ആക്റ്റീവ് ആകാൻ പോകുന്നുള്ളത് നമുക്ക് എന്തായാലും കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷൻ, അതായത് ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോൾ ലൈൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വരെ പോകും എന്നുള്ള ഈ ഒരു ലൈൻ മാത്രം കൂടി ഞാൻ വരച്ചു തരാം. നിഫ്റ്റിയുടെയും അങ്ങനെ തന്നെ വരച്ചു തരാം. അതായത് അതിൻ്റെ ബോൾ ലൈൻ, അതായത് ഞാൻ തരുന്ന പ്രകാരം ഇതിൽ ഈ ഡോട്ടർ ലൈനിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബോൾ ലൈനാണ്. ഇനി ഞാൻ തരാമെന്ന് പറയുന്നത് ഈ ബോൾ ലൈൻസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ കൂടി മുകളിലേക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കണ്ടോ, ഇതാണ് നമ്മൾ സാധാരണ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഞാൻ തന്നിരുന്നത്, ഇവിടം വരെ തന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റി തന്നിരുന്നത് ഇവിടം വരെയാണ് തന്നിരുന്നത്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്നുള്ള ഈ ഒരു ലൈൻ ഞാൻ തന്നിരുന്നില്ല. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇത് തന്നിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ലൈൻ ഞാൻ തരാം. അതുപോലെ തന്നെ നിഫ്റ്റിയിലാണെങ്കിൽ തന്നെ നിഫ്റ്റിയിൽ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബോൾ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകും എന്നുള്ള ലൈനും തന്നിരുന്നില്ല, അത് തരാം. ഇവിടെ നിഫ്റ്റിയുടെ ഈ ഒരു ബോൾ ലൈൻ എൻ്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് ഡോട്ടർ ലൈൻസ് ആണ്. അത് ഞാൻ ഈ അപ്സ്റ്റോക്സിൻ്റെ തന്നെ ഓൾഡ് വേർഷനിൽ വരയ്ക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ ഇതിൽ തന്നെ എല്ലാം കൂടെ വരയ്ക്കേണ്ട, അത് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമേ നോക്കത്തുള്ളൂ. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് അപൂർവം കേസിലാണല്ലോ, അതായത് അപൂർവം എന്ന് പറയാൻ പറ്റില്ല, ഒരു 60% അങ്ങനെ ക്രോസ് ചെയ്യാറില്ല. ബോൾ ലൈൻസിനുള്ളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യാറ്. ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അത് കണ്ടുപിടിക്കാനായിട്ടാണ് അത് വരയ്ക്കാറുള്ളത്. അതുകൊണ്ടാണ് അതും കൂടെ തന്ന ഓവർലോഡ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് തരാത്തത്. അപ്പോൾ ഞാൻ നാളെ തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസെക്സിൻ്റെ കൂടെ ചാർട്ട് തരും. അതുപോലെ തന്നെ മുകളിൽ ഇത് ഈ ഇൻഡെക്സുകൾ ക്രോസ് ചെയ്താലുള്ള അതിൻ്റെ ക്രോസിംഗ് ലെവൽസ് കൂടി തരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു CE പൊസിഷൻ നമുക്കിവിടെ കൺഫേം ആയിരുന്നു, അതുപോലെ തന്നെ PE പൊസിഷൻ, ഈ ഒരു PE പൊസിഷൻ വളരെയധികം കൺഫേംഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയായിരുന്നു. ഓക്കെ, ഈ 2 പൊസിഷനും നമുക്കിന്ന് ബോൾഡ് സ്ട്രാറ്റജി വെച്ച് നന്നായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. നമുക്കിനി ഡെയിലി നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ബിസി സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ദെൻ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരാം. അതുപോലെ ഈ സ്ട്രൈക്കുകൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നുള്ള ലൈൻസ് എങ്ങനെയാണ് നോട്ട് ചെയ്യാൻ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, താഴത്തെ ടോട്ടൽ ലൈൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേംഡ് ആണ് എന്നുള്ളത് പറയാറുണ്ട്. അത് ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്ട്രൈക്കിൻ്റെ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മന്ത്ലി പെയ്ഡ് ആണ്, അങ്ങനെ കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സുകൾ പെയ്ഡ് അല്ല, നിങ്ങൾക്ക് താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് ഇൻഡെക്സുകളുടെ ചാർട്ട് നിങ്ങൾക്ക് പെയ്ഡ് അല്ലാണ്ട് തന്നെ കിട്ടും. ഓക്കെ.